നീ ഇപ്പൊ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പൊ എന്താ പറയാ, ഞാനിപ്പോ ഷോപ്പിൽ നിന്ന് വന്ന് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യാൻ കാരണം ഒന്നുമല്ല, ഇതിപ്പോ നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെ തന്നെ. സാജിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കണം. മറുപടി ഞാൻ ലൈവിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവളത് ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് അവൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി മാക്സിമം കൊടുക്കും എന്തായാലും. അപ്പൊ അത് നിങ്ങൾ ആര് ട്രോളിയാലും വേണ്ടില്ല, ആ ബാഡ് കമന്റ് ഇട്ടാലും ഒരു കുഴപ്പമില്ല. കാരണം കമന്റ് ഓഫ് ആക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അത് നമുക്ക് ഓപ്ഷൻ ഉണ്ടും താനും. പിന്നെ അതുപോലെ ഹൈഡ് ചെയ്യാനും നമുക്കറിയാം. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആരൊക്കെ ഉണ്ടെച്ചാൽ കമന്റ് ഇട്ടോളി, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. പറയേണ്ടത് ഏത് തന്തന്റെ മുഖത്തായാലും നോക്കിയിട്ട് പറയുന്ന ആളെന്നാണ് ഞാൻ. അപ്പൊ ആ ഇതിനനുസരിച്ച് ഞാൻ പറയാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല ബിസി ആയത് കാരണമാണ് എനിക്ക് ഇതിനൊക്കെ തക്ക സമയത്ത് തന്നെ കൊടുക്കാൻ, ഓരോ കാര്യത്തിനും മറുപടി കൊടുക്കാൻ പറ്റാത്തതും വീഡിയോ ചെയ്യാൻ പറ്റാത്തതും. അപ്പോ ആ ബിസി എനിക്ക് ഇഷ്ടപ്പെട്ട ബിസിയാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അൽഹംദുലില്ലാ ആ ബിസി എന്നും നിലനിൽക്കട്ടെ. അപ്പോൾ എന്താ വെച്ചാല് നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റും, നമ്മൾ നമ്മളെ കാര്യത്തിൽ തന്നെ മുഴുകിയിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ ചൊറിഞ്ഞു വന്നപ്പോൾ ഞാനത് പറയണം. പറയേണ്ടതൊക്കെ പറയണം. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും പറയും, അങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും പറയും, സ്വാഭാവികം. ഓക്കെ. പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താ വെച്ചാല്, എനിക്ക് ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചപ്പോ അവൾക്കില്ലാത്ത എനിക്കുണ്ടായി, അതും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇല്ലാത്ത നിനക്ക് അങ്ങനത്തെ ഉണ്ടായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്, ഉണ്ടായത് കൊണ്ടാണ് ഇല്ലാതിരിക്കണം. അപ്പോഴേ അറിയോ എന്തില്ലാതിരിക്കണം. അത് പോട്ടെ. എന്റെ 16ാമത്തെ വയസ്സിൽ, അതായത് കല്യാണം എനിക്ക് കഴിയുന്നത് 15 കഴിഞ്ഞിട്ട് 16 കയറുന്ന, അതായത് ബർത്ത്ഡേ വരുന്ന മാസമാണ് ഓഗസ്റ്റ്. അപ്പൊ 15 തികയണ്, 16 പിറക്കും. 20 വർഷത്തെ ബന്ധം, ഞാനും എൻ്റെ മക്കളുടെ പാപ്പയും. അങ്ങനെ 20ാമത്തെ വർഷം എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് പിരിഞ്ഞു. അപ്പൊ എനിക്ക് വയസ്സ് 36, അദ്ദേഹത്തിന് 53, 17 വയസ്സിന്റെ ഡിഫറൻസ്. അപ്പൊ ഞാന് ഈ കുട്ടിയാണ കാലത്ത് ഇത്രയും വയസ്സ് ഏജ് എന്നെക്കാൾ മൂത്ത ആളെ കൂടെ ജീവിച്ചിരുന്നു. എനിക്കൊരു പരാതി ഉണ്ടായിട്ടില്ല, നാട്ടുകാർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും പോകുമ്പോൾ ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുമുണ്ട്, ആരാണിത്, ആങ്ങളാണോ മോനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ ചക്കളത്തി ആദ്യ ഭാര്യ, ഇവരെ, അവളും എന്നെക്കാളും തടിയുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരേ ഹൈറ്റ് ആണ്. തടി എന്നെക്കാളും ഉണ്ട്, കാണുമ്പോൾ അങ്ങനെ തോന്നും, നല്ല തടിയുണ്ട്. അവളും എൻ്റെ ഈ ഭർത്താവ് പോകുമ്പോഴും ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യന് പ്രായമുണ്ടോ ഇല്ലേ എന്നുള്ളത് അളക്കൽ ഏത് രീതി കൂടാണ്? ആ ആളെ ഹൈറ്റും വെയിറ്റും നോക്കിയിട്ടാണോ, അതോ അയാളെ വളർന്ന കാലഘട്ടം നോക്കിയിട്ടോ? ഞാൻ എൻ്റെ വയസ്സ് കുറച്ചിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും എത്ര എനിക്ക് വയസ്സുണ്ട്. പിന്നെ എൻ്റെ വയസ്സും വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വയസ്സാണ് തെറ്റ് ചെയ്യാന് ഇതെന്ന് ഉള്ളത് പറയുന്നത് ചെറിയ ചെറിയ കുട്ടികളാവുമ്പോഴാണ്. അല്ലാതെ മുതിർന്ന് 10ഉം 15ഉം മക്കളൊക്കെ ആയി കഴിഞ്ഞിട്ട് ആ മക്കൾക്ക് പിന്നെ കയ്യും കാലും വെച്ച് വളർന്ന് ആ മക്കളും വലിയ വലിയ പൗരന്മാർ യുവത്വമുള്ളവരൊക്കെ ആയി വരുമ്പോൾ, കൗമാരത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ് പോയിട്ട് അവരും തന്നെ പോലെ വളർന്നു വന്നിട്ട് താൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇനിയും പ്രായം കുറച്ചിട്ട് കാണിക്കണേ എവിടുക്കാ? അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അന്ധകാലത്ത്, അതായത് ചെറുപ്പത്തില് നമുക്ക് അള്ളാഹു തന്നത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. പ്രായം നോക്കിയിട്ടില്ല, വർണ്ണം നോക്കിയിട്ടില്ല, വിദ്യാഭ്യാസം നോക്കിയിട്ടില്ല, ഒന്നുമില്ല. ആ രീതിക്ക് അനുസരിച്ചിട്ട് അവർ ഏതോ എങ്ങനെ നമ്മളെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ചു തന്നു, നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ എന്നും കൂടെ നമ്മളോട് ചോദിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. നമ്മൾ അത് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ തലയും കുനിച്ചിറങ്ങി. നമ്മളെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചത് നമ്മളെ താഴെയുള്ളവർ എങ്ങനെയും ജീവിച്ചോട്ടെ, നമ്മൾ രക്ഷപ്പെട്ടാലേ അവർക്ക് അത്ര ഹയറായല്ലോ മാതാപിതാക്കൾക്ക് എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിന് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ 2 കുട്ടികളെ, ഒറ്റ പെൺകുട്ടികളെ കണ്ടപ്പോൾ അവര് വളരണം, ഒരു മോനും ഉണ്ട്, ഇവരെവിടെങ്കിലും എത്തിക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ നിസ്സാരായിരുന്നു. അതിനുവേണ്ടി പൊരുതി ജയിച്ച് ജീവിതം ചോര നീരാക്കി അധ്വാനിച്ച് പുറത്തു വന്നതാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ അൽഹംദുലില്ലാ റബ്ബ് എന്റെ കൂടെ നിന്ന് എല്ലാം എനിക്ക് ഇപ്പൊ റാഹത്തായിട്ട് പറയാൻ പറ്റും. ഇനിയുള്ള കാര്യം റബ്ബിന്റെ അടുത്ത്. അപ്പൊ ആ ഒരു അവസ്ഥ എത്തുന്നതുകൊണ്ടാണ് പറയാം, മനസ്സിന്റെ ശുദ്ധത കൊണ്ടാണ്, പ്ലസ് നമ്മുടെ കഠിന പ്രയത്നം, പിന്നെ നമ്മളെ ദുആയും. അത്രയും കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടാൻ പറ്റും. ഒരു വിധക്കെ എല്ലാ ഇതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കയ്യിലും ഫണ്ട് വേണം, അല്ലെങ്കിൽ നമ്മളെ കൂടെ മറ്റുള്ളവർ സപ്പോർട്ട് വേണം. ഒരു കുട്ടി സപ്പോർട്ട് ഇല്ലാതെ അങ്ങനെ തന്നെ പറയാം. എന്റെ മക്കൾ പോലും അപ്പോൾ സപ്പോർട്ട് ഉണ്ടാക്കില്ല. കാരണം അവർക്ക് അറിയില്ല
അവർക്ക് വേണ്ടല്ല നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അതിന്റെ കഷ്ടപ്പാടുകൾ അധികം അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വളർന്നു വന്ന കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയാം, വീട്ടിലെ അവസ്ഥകൾ അറിയാം, ഭക്ഷണത്തിന്റെ കുറവുകൾ അറിയാം. അങ്ങനെയൊക്കെ നമ്മൾ വളർന്നു വന്നതുകൊണ്ട് നമുക്ക് അതിന്റെ വില അറിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് പണ്ട് മുതലേ എനിക്ക് പാഷനാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതിപ്പോഴെന്നല്ല. പക്ഷെ എന്റെ കയ്യിലും അങ്ങനത്തെ ഒരു സാഹചര്യം വരാത്തത് കാരണമാണ് ഞാൻ ബാക്കിക്ക് നിന്നിരുന്നത്. ഞാൻ അധ്വാനിക്കുന്നത് 3/4 ഭാഗം എന്റെ ചെലവിലേക്ക് പോകും. പിന്നെ എനിക്ക് ഇതിലേക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഷോപ്പിലേക്ക് വല്ലതും വെക്കണമെങ്കിൽ ഞാൻ പിന്നെയും കടം മേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരുന്നത് പല ഘട്ടങ്ങളിലും. അങ്ങനെയാണ് ഞാൻ ലോൺ വരെ എടുക്കാൻ പോകുന്നത്. കാരണം എനിക്ക് എന്റെ വീട്ടിന്റെ വാടക, എന്റെ ഷോപ്പിന്റെ വാടക, രണ്ടിന്റെ റെന്റ്, സ്റ്റാഫുകളുടെ ചെലവ്, മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ എനിക്ക് മക്കളെ പിന്നെ ഫീസ്, അവരുടെ പുസ്തകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് എനിക്ക് എത്താത്തൊരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. രാവും പകലും എന്ന് പറഞ്ഞാൽ ഒരുപോലെ കഷ്ടപ്പെട്ടിട്ട് 3-4 ഇതായിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ കച്ചവടം ചെയ്തിരുന്നത്. ഒന്ന് സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് 10-12 പേരുണ്ടായിരുന്നു. പിന്നെ യൂണിറ്റ് ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. നിസ്കാരക്കുപ്പായം, ജുബ്ബ സാധനങ്ങളൊക്കെ യൂണിറ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിരുന്നു. അത് കൂടാതെ ഞാൻ നമ്മളതായിട്ടുള്ള ഡ്രസ്സ് ചെയ്യല്, പിന്നെ ഗാർമെന്റ്സ്, വേറെ വർക്കുകളൊക്കെ പുറത്ത് കല്യാണ വർക്കായിട്ടും മറ്റുള്ള വർക്കുകളായിട്ടും അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്തു. പിന്നെ റെഡിമെയ്ഡ് ആയിട്ടും വിറ്റുകളായിട്ടും അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ പോയിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവൂല, കാരണം ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളൊന്നും ആർക്കും ഇഷ്ടാവൂല. അതായത് എന്റേത് മാത്രം. ഇത് സാധ്യത പറയണെങ്കിൽ നിങ്ങൾക്ക് അത് പാലില് തേനൊഴിച്ച മാതിരിയാണ്. പക്ഷെ അവളത് പറയൂല, കാരണം അവൾക്ക് അങ്ങനെ വർക്ക് ചെയ്തിട്ട് ജീവിച്ചിട്ട് ശീലമില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ അവൾക്കും കൂടെ ആയിട്ട് പറയണ എന്താ, ഞാൻ കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെ ജീവിച്ചു വന്നോളാം. ഒരുപാട്. എന്റെ ഭർത്താവിന് ക്യാൻസർ ഒന്നും വന്നിട്ടില്ലല്ലോ. എന്റെ ഭർത്താവിന് ക്യാൻസർ ആയിരുന്നു. നിന്റെ ഭർത്താവ് ഒറ്റ ടൈമിൽ നിന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജീവൻ ഒടുക്കിയതാണ്. എന്റെ ഭർത്താവ് എന്നോട് ജീവിച്ച് കൊതി തീരാതെ പോയതാണ്. രണ്ട് ഇതിൽ കണക്കാക്കണം. ആ സമയത്ത് എന്നോട് പറഞ്ഞേക്കണേ, മരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പോലും എന്നോട് പറഞ്ഞേക്കണേ, നീ രക്ഷപ്പെടും, നീ നന്നാവും. അങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ ഒരു അനുഗ്രഹം ഭർത്താവ് മരണക്കിടക്കൽ കിടന്നിട്ട് ഒരു ഭാര്യയ്ക്ക് കൊടുക്കണമെങ്കിൽ അത്ര മാത്രം ആ ഭർത്താവിന്റെ മനസ്സിൽ ആ ഭാര്യനോടുള്ള സ്നേഹം ഉണ്ടായിട്ടാണ്. പകരം ഞാനിത് വീഡിയോ കൂടെ തന്നെ പറയണേ, പകരം നിന്നെ ശപിച്ചിട്ടാണ് നിന്റെ ഭർത്താവ് കയറുന്നത് എവിടേക്ക്, കഴുത്തിലിടാൻ. ശപിച്ചിട്ടും അതുപോലെ അത്രയും വേദനിച്ചിട്ടും ദുനിയാവിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടല്ല പോണത്, ആ ഇഷ്ടക്കുറവ് വരുത്തിയിട്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ്. അങ്ങനെ എന്നിട്ട് 5 വർഷത്തോളം ഞാൻ ഇരുന്നിട്ടാണ് വേറെ ഞാനൊരു വിവാഹം കഴിക്കുന്നത്. 5 വർഷം, അല്ലാതെ 40 കഴിയുന്നതിന് മുമ്പല്ല. 5 വർഷം ആരവരും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ടും. എന്റെ ഷോപ്പും ഇതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നു. എന്റെ മക്കളെ കൂടെ തന്നെ 2 ആളെ കെട്ടിച്ചിരുന്നു. എന്റെ ഒരു മോന് മാത്രമുള്ളായിരുന്നു. പക്ഷെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ ഇളയ മരുമകനാണ് ഈ കല്യാണം നടത്തി തരുന്നത്. മനസ്സിലായില്ലേ? മൂത്ത മരുമകൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ഇളയ മരുമകനാണ് പരസ്യം ചെയ്തതും പേപ്പറിൽ കൊടുത്തതും ആർട്സ് കൊടുത്തതും ഒക്കെ. ഓക്കെ. അപ്പോ അള്ളാഹു നമ്മൾ എന്ത് സബൂർ ചെയ്ത് ക്ഷമിച്ച് നിൽക്കുന്നോ അതിന് ഇരട്ടിയായിട്ട് അള്ളാഹു ഇന്നല്ല നാളെ നമുക്ക് തരും. മനസ്സിലായ? അതുപോലെ ക്ഷമിച്ച് നിൽക്കണം, സബൂർ ചെയ്ത് നിൽക്കണം. ഒരു താഴ്ച ഉണ്ടെങ്കിൽ അതിന് ഒരു ഉയർച്ചയുണ്ട്, ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിനൊരു സന്തോഷമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിന് നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹം. ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. അന്ന് ഞാൻ അങ്ങനെ സഹിച്ചു നടന്നു. സഹിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ആ രീതിക്ക് അനുസരിച്ച് നടന്നിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടാവുക. നീ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? നീ ഇത് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭർത്താവുള്ള ഹുങ്ക് കൊണ്ടാണെന്ന്. ഭർത്താവ് ഉണ്ടായത് അതിന് മുന്നേ നമുക്ക് ഭർത്താവില്ലേ? ഭർത്താവ് ഉണ്ടായിട്ടില്ല എനിക്ക് ഈ 3 മക്കളുണ്ടായത്. അല്ലാതെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കി വീണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. 16-ാമത്തെ വയസ്സിൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ പ്രസവിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കണം, ആ സമയത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് പിന്നെ ഞാൻ ഭർത്താവുള്ള ഹുങ്ക് കാണിക്കേണ്ട ആവശ്യം? ഭർത്താവിന് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭർത്താവിനെ കിട്ടിയില്ലേ? പിന്നെ എന്തിനാണ് അഹങ്കാരം വേണ്ട ആവശ്യം? വീണ്ടും കിട്ടി, അൽഹംദുലില്ലാ. അപ്പൊ പറയുന്ന ആൾക്കാർ അതൊന്നും ചിന്തിക്കുക. സാജിദാക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണ് നമുക്ക് എല്ലാം അറിയാം. അപ്പൊ ഞാൻ ആ വർത്താനം പിന്നെയും ഞാൻ പറഞ്ഞു വരുന്നില്ല. അപ്പൊ ഇത് അവളോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ. അതുപോലെ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒഴിവുള്ളതിനനുസരിച്ച് ഞാൻ വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കമന്റുകളൊക്കെ പോന്നോട്ടെ. എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ കമന്റ് ഓഫ് ആക്കുന്നില്ല. പോരുന്നവർ പോരാ. എനിക്ക് പറ്റുന്ന സൗകര്യമുള്ള ആൾക്കാർക്ക് മാത്രം ഞാൻ കമന്റ് റിപ്ലൈ കൊടുക്കും. അല്ലാത്തവർ ഞാൻ ഇതിൽ കൂടെ വിടും. അത്രേ ഉള്ളൂ. നെവർ മൈൻഡ്. കാരണം എനിക്ക് തോന്നുന്നില്ല, കാര്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വാക്ക് ചെവിക്ക് പുറമെന്ന് വെച്ചിട്ട് ഞാൻ വിടുള്ളൂ. കാരണം അതറിയാം, അത് അവൾക്ക് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന്
കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറയും. അല്ലാണ്ട് കമന്റ് ഇടാൻ പറഞ്ഞില്ലടാ, ഇട്ടിട്ടില്ലല്ലോ, എന്നാ എന്നിട്ട് വർത്താനം പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പാവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അറിയാം, അല്ലാതൊന്നല്ല. കാരണം അത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവൾക്ക് എന്നാ വീടായി, ഭർത്താവായി, ഊരായി, എല്ലാ സെറ്റപ്പ് ആവുമല്ലോ. അപ്പൊ അത് അവിടെ കാണണം, പ്രവൃത്തിയിൽ അവിടെ കാണണം. അവിടെ കാണില്ല. നെഗറ്റീവ് കമന്റ് മാത്രം ഇട്ടുകൊണ്ടൊന്നും അവൾക്ക് സപ്പോർട്ട് ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സപ്പോർട്ട് കാണേണ്ടത് എന്താണ്, അവിടെ കാണിക്കണം. എന്തായാലും വേണ്ടില്ല, എന്റെ കൂട്ടുകാർ കണ്ടിട്ട് കമന്റ് ഇടുക. ഓക്കെ, അസ്സലാമു അലൈക്കും. വേറെ വീഡിയോസുമായി ഞാൻ വരാം.